നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്നുള്ളത് കണ്ടങ്കാവിലെ മോനേട്ടൻ്റെ കൂടെയാണ്. ഞങ്ങൾ എല്ലാ മാസവും നിങ്ങളുടെ നക്ഷത്ര ഫലം പറയുന്ന ഒരു പ്രോഗ്രാം കുറച്ച് മാസങ്ങളായിട്ട് നടത്തിയിട്ട് വരികയാണ്. അപ്പൊ തുടർന്നും ഈ മാസം, അതായത് ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ ഉള്ള സമയങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രഫലം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ മാസം പറയുന്നത്. അപ്പൊ കുറെ ആളുകൾ ഞങ്ങളെ നിരന്തരം വിളിക്കാറുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. നേരിട്ട് മോനേട്ടൻ്റെ നമ്പർ തന്നെയാണ് ഞാൻ കൊടുക്കാറ്. അതുകൊണ്ട് മോനേട്ടനെ നേരിട്ട് വിളിച്ചിട്ട് കുറെ ആളുകൾ പറയാറുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലധികം റീച്ച് ഈ ഒരു പ്രോഗ്രാമിനുണ്ട്. അപ്പൊ അതിൽ എല്ലാ ആളുകളുടെ അടുത്തും, ഇത് ഷെയർ ചെയ്യുന്ന ആളുകളുടെ അടുത്തും, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, ഈ നിമിഷം വരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ അടുത്തും അല്ലാത്തവരോടും ഒക്കെ ഞങ്ങൾക്ക് ഏറെ നന്ദി കടപ്പാടുണ്ട്. അപ്പൊ തുടർന്നും നമുക്ക് മോനേട്ടൻ്റെ ഈ ഒരു നക്ഷത്രഫലം നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ 27 നക്ഷത്രങ്ങളുടെയും എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ എന്താ വെച്ചാൽ നാൾ വെച്ച് ഓരോ വ്യക്തികളുടെ നാൾ വെച്ചിട്ടല്ല, മൊത്തത്തിലുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് ഒരുവിധം ആളുകൾക്ക് എല്ലാവർക്കും അത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അവർ നമ്മൾ വിളിക്കാറുമുണ്ട്. അപ്പോൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മോനേട്ടൻ്റെ ഈ നക്ഷത്രഫല പങ്ക്തിയിലേക്ക് കിടക്കാം. എല്ലാ എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ആദ്യമായി ഞാൻ പറയട്ടെ, നമ്മൾ ഓരോ മലയാള മാസം തീയതികളിലും അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്ക് ചന്ദ്രരാശി പ്രകാരം വരുന്ന ഗുണഫലങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയാറ്. അതുപോലെ തന്നെ ഈ വർഷവും ജൂലൈ 17 തീയതി മുതൽ ഓഗസ്റ്റ് 16 തീയതി കൂടി കൂടുന്ന ഇംഗ്ലീഷ് മാസങ്ങളിലും കർക്കിടക മാസം 1 തീയതി മുതൽ 31 തീയതി വരുന്ന ദിവസങ്ങളിലെ നിങ്ങൾക്കെങ്ങനെ എന്നതാണ് ജ്യോതിഷ ചിന്തയിൽ കാണേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് ഈ കർക്കിടക മാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമുക്ക് വളരെ സമാധാനം കിട്ടാനും ഭക്തി പുരസരം മുന്നോട്ട് പോകാനും ശ്രീ രാമനാമം ജപത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു വ്രതമാസം കൂടിയാണ് കർക്കിടകം. കർക്കിടകത്തിലെ പൂർവികരായി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യങ്ങളിലെ കർക്കിടകം ഒരു രാമായണ മാസമാണ്. രാമായണ മാസം ആരംഭം തന്നെ നമുക്ക് പല ദോഷങ്ങളെയും മുക്തി പ്രാപിച്ചുകൊണ്ട് സമാധാന അന്തരീക്ഷത്തിൽ പോവാനും ഓരോ ഭക്തരും ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് തന്നെ കർക്കിടക മാസം ആരംഭിക്കണം എന്നുള്ളത് കൂടി ഉള്ളതിനാൽ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ശ്രീ രാമനാമത്തോടു കൂടെ ഞാൻ ഈ പരിപാടി ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് മേടമാസ ബലച്ചിന്തയിലേക്ക് പോകുമ്പോൾ, മേടമാസത്തില് ഈ മേടമാസ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അത് ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മേടമാസത്തിൽ വരുന്ന 2.25 ഭാഗം നക്ഷത്രക്കാര് അശ്വതി, ഭരണി, കാർത്തിക 1/4 ഭാഗം വരുന്ന മേടൻ രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഈ മാസത്തില്, പ്രത്യേകിച്ച് രാമമാസം കൂടി വരുന്ന ഈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉൾത്തിരിഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ച പോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ തർക്കങ്ങളും ദോഷങ്ങളും ഇല്ലാതെ തന്നെ ജീവിതഭാവങ്ങൾ പോകും. എന്നാൽ അതുപോലെ തന്നെ ഈ ബിസിനസ് അല്ലെങ്കിൽ ജോലി, ഇതൊക്കെ വളരെ ഗുണം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് അനിഷ്ടങ്ങൾ ഉണ്ടോ ചോദിച്ചാൽ ചില അനിഷ്ടങ്ങളുണ്ട്. ഈ അനിഷ്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ വേണ്ടത്ര സമാധാനം കിട്ടാത്ത സ്ഥിതികൾ വരാം. അതേപോലെ തന്നെ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നവരിൽ നിന്നും ചെറിയ പരാജയ വാക്കുകൾ അല്ലെങ്കിൽ ശത്രുവാക്കുകളൊക്കെ കേൾക്കേണ്ട അവസ്ഥ വരാം. പ്രത്യേകിച്ച് മറ്റുള്ള ഭാവങ്ങളിൽ, അതായത് അവരുടെ 2ഉം 10ഉം ഭാവങ്ങൾ, 2ാം ഭാവം, അതുപോലെ തന്നെ 3ാം ഭാവം, അതുപോലെ തന്നെ 4ാം ഭാവം, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ 4ാം ഭാവം എന്ന് പറയുന്നത് കർക്കിടക മാസം, കർക്കിടക രാശിയിൽ വരുന്നത് വ്യാഴം തന്നെയാണ്. വ്യാഴം ബലവാനാണ്, പക്ഷേ കേന്ദ്രഭാവത്തിലാണല്ലോ വ്യാഴം നിൽക്കുന്നത്. 1, 4, 7, 10 ഭാവങ്ങള് വ്യാഴത്തിന് കേന്ദ്രഭാവമാണ്. അത് മാത്രമല്ല സ്വക്ഷേത്രത്തിലാണല്ലോ വ്യാഴം. അപ്പൊ അതോടുകൂടെ ഒരു മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്, ശുക്രമാറ്റം. ഇതും ഒരു ചെറിയ തരത്തിലുള്ള മനോവിഷമങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ വരുത്താവുന്ന സ്ഥിതിയിലുണ്ട്. അതിനെ പരിഹാരാർത്ഥമായിട്ട് നമ്മൾ ചെയ്യാൻ ഏറ്റവും നല്ല വഴിപാട് കൂടിയുണ്ട്, പ്രത്യേകിച്ച് കർക്കിടക മാസം ആരംഭിച്ചത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു ദോഷം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ഇവർക്ക് വിജയം തന്നെയാണ്. സുഹൃത്തുക്കള്, ചില അടുത്ത സുഹൃത്തുക്കളും ഭവനത്തിലുള്ളവരെ കൊണ്ടാണ് ചില വിഷമങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതിനെന്തെന്നാണ്, അതിന് തീർച്ചയായിട്ടും ശ്രീരാമക്ഷേത്രത്തിൽ തന്നെയാണ് ഇതിന്റെ
ഭക്തി പുരസ്സരം സമർപ്പിക്കേണ്ട ഒരു വഴിപാട്. ശത്രുദോഷം തീർക്കാനായി ചെയ്യേണ്ട വഴിപാട് ഒന്ന് ഹനുമാസ്വാമിക്കാണ്. അപ്പോ ഹനുമാസ്വാമി ശ്രീരാമ ഭക്തനായതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിക്കും അതുപോലെ തന്നെ ഈ ശ്രീരാമക്ഷേത്രത്തിൽ ഉള്ള ഹനുമാസ്വാമിക്കും വഴിപാട് കഴിക്കുമ്പോൾ തന്നെ ഈ കഠിന ദോഷത്തിന് ഒരു പരിഹാരമാണ്. അപ്പൊ എന്ത് വഴിപാട് എന്നല്ലേ, കുഴച്ചാവിലെ ഹനുമാസ്വാമിക്ക് കഴിക്കാം. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ വെറ്റിലമാല സമർപ്പിക്കാം. അതുപോലെ തന്നെ മുഖക്കാപ്പ് എന്നുള്ളത് കഴിക്കാം. ഇതൊക്കെ ഏറ്റവും നല്ല വഴിപാടുകളാണ്. നമുക്ക് മുഖത്ത് നോക്കി തന്നെ നമുക്ക് ദേഷ്യങ്ങളില്ലാതെ സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നത് മുഖക്കാപ്പ് തന്നെയാണ്. ശത്രുദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ കഴിയുന്നത് നെയ്യ് വിളക്ക് തന്നെയാണ്. അലങ്കാരത്തിനായി പറയുന്ന വെറ്റിലമാല തീർച്ചയായിട്ടും നമ്മളെ നല്ലത് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. അത് ഈ വഴിപാട് നല്ലതാണ്. പക്ഷെ ഇത് ശ്രീരാമസ്വാമിക്ക് ഒരു വഴിപാട് കഴിച്ച ശേഷമാണ് ഈ ഹനുമാസ്വാമിക്ക് കഴിക്കാവൂ. അതുകൊണ്ട് ആദ്യം ശ്രീരാമസ്വാമിക്ക് ഒരു വഴിപാട് കഴിക്കും. അത് നിങ്ങളുടെ ദേഹപുഷ്പാഞ്ജലിയോട് കൂടെ തന്നെ ഒരു നിവേദ്യത്തോടു കൂടെ അല്ലെങ്കിൽ ഒരു പാൽപ്പായസത്തോടു കൂടെ തുളസിമാല നെയ്വിളക്ക് വഴിപാട് കഴിച്ച ശേഷം ഈ വഴിപാട് കഴിക്കുമ്പോൾ മേടൻ രാശിക്കാരെ കുറിച്ച് വരുന്ന എല്ലാ ദോഷത്തിനും ഒരു പരിധിവരെ പരിഹാരമായിക്കൊണ്ട് സമാധാനത്തോടു കൂടെ കർക്കിടക മാസം നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ ജ്യോതിഷ പ്രകാരം കാണുന്ന ദോഷത്തിന് ഇതൊരു നല്ല വഴിപാട് കർമ്മങ്ങളാണ്. വീണ്ടും ഈ ഇടവൻ രാശിയിലെ കാർത്തിക മുക്കാഭാഗം രോഹിണി മകീരത്തിന്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ കുറിച്ചിരിക്കുമ്പോൾ ഇവരുടെ അതായത് ഇടവൻ രാശിയുടെ അധിപം എന്ന് പറയുന്നത് ശുക്രനാണ്. ഈ ശുക്രന്റെ ഭാവകാരകത്വം അതുപോലെ തന്നെ സഞ്ചാരങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥിതിയോ, ഇവർക്ക് വ്യാഴം 3-ലാണ്, അതുപോലെ തന്നെ അതിൻ്റെതായ ചില ഗുണങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ ചില ദുരിതങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി കണ്ടത് നല്ലത് തന്നെയാണല്ലോ. അപ്പോൾ ആ വഴിപാടിനെ അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നക്ഷത്രഭാഗങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതും ഇതിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കർക്കിടകം രാശിയിൽ സഞ്ചരിച്ച കാർത്തികയുടെ മുക്കാഭാഗമുണ്ട്, അതുപോലെ തന്നെ രോഹിണി മകീരത്തിന്റെ അരഭാഗം, അങ്ങനെ 2 ഭാഗമാണല്ലോ. ഈ നക്ഷത്രക്കാരെ ഒരു പുതിയ ജോലിയിൽ എത്തിപ്പെടാൻ കഴിയുന്ന ചില സ്ഥിതികൾ വരാം ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ മറ്റൊരു വിദേശയാത്ര, അല്ലെങ്കിൽ മറ്റൊരു ജോലി, അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്, ഇതൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയാണ് കർക്കിടക മാസം. എന്നാൽ ഇത് ഒരു പഞ്ഞമാസമൊന്നുമല്ല, പുണ്യമാസമായിട്ട് തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സമയത്ത് ഉദ്ദേശ കാര്യങ്ങളെ ഉദ്ദേശ പോലെ തന്നെ എത്തിപ്പെടാൻ കഴിയുന്ന ചില സ്ഥിതിയുണ്ട്. നേട്ടങ്ങളോടുകൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ ഇവരെ സംബന്ധിച്ചിട്ടുള്ള ശത്രുദോഷങ്ങൾ, അതുപോലെ തന്നെ ദുരിതങ്ങൾ, കഷ്ടങ്ങളൊക്കെ കാത്തിരിക്കുന്നതും ചില സങ്കടങ്ങൾ വരുത്തുന്നതുമായ ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ മാസത്തിൽ ഇവർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന വഴിപാട് അത് ശ്രീരാമസ്വാമിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു വഴിപാട് ശ്രീരാമസ്വാമിക്ക് ചെയ്ത ശേഷം ഒരു വഴിപാട് സുബ്രഹ്മണ്യ സ്വാമിക്ക് കൂടി കഴിക്കും. തീർച്ചയായിട്ടും അത് കഴിയും വഴിപാടായിട്ട് കഴിക്കുമ്പോൾ തന്നെ അത് വളരെ നല്ലൊരു അവസ്ഥയിലാണ് എത്തിപ്പെടുക. രണ്ടും വ്യത്യസ്ത ക്ഷേത്രങ്ങളാണ്, എങ്കിലും വ്യത്യസ്ത അനുഭവങ്ങളായിക്കൊണ്ട് തന്നെ ഈ ഇടവൻ രാശിക്കാർക്ക് വരുന്ന നല്ല കാര്യങ്ങൾ, അതായത് പുതിയ കാര്യങ്ങൾ വരാനിരിക്കുന്നതിലെ നല്ല ശുഭചിന്തകളാവട്ടെ എന്ന് പ്രാർത്ഥന പുരസരം കഴിയും വഴിപാട് കൊണ്ട് തന്നെ ഇത് ഉദ്ദേശഫലം കിട്ടും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിലെ മകീരത്തിന്റെ അരഭാഗം തിരുവാതിര, പുണർദത്തിന്റെ മുക്കാഭാഗം. അപ്പോൾ ഈ മിഥുനൻ രാശിക്കാർക്ക് ഇതുവരെ അനുഭവിച്ച സങ്കടങ്ങൾ, ദോഷങ്ങൾ, ഇതൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വ്യാഴം ഗുണാനുഭവത്തിലാണ്, അതുപോലെ തന്നെ ശനി 10-ലുണ്ട് എന്നുള്ളത് കൂടി മറക്കരുത്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ശനി ദോഷകാരകനായി തുടരുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളെ കൊണ്ട് തന്നെ ഇവർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും കുടുംബ സമാധാനങ്ങളും കർമ്മ സമാധാനങ്ങളും കിട്ടുന്ന അവസ്ഥയാണ്. എന്നാൽ ഇതിൽ തന്നെ ലോകം അങ്ങനെ ചെയ്യുന്ന തൊഴിലുകാർക്ക് മാനസിക പ്രയാസങ്ങളോ ദുരിതങ്ങളോ വരാവുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അത് ശനിയെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അത് 10-ലാണല്ലോ ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനിദേവന് ഒരു വഴിപാട് തീർച്ചയായിട്ടും ഇവർ കഴിക്കണം. ശനിദേവന് ഒരു വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശനി ഉപദ്രവസ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാനായിക്കൊണ്ട് കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ തന്നെ ഒരു വഴിപാട് കഴിക്കുക. ശിവക്ഷേത്രത്തിൽ ഏറ്റവും മനസമാധാനത്തിനായിക്കൊണ്ടുള്ള വഴിപാട് ധാര തന്നെയാണ്. അതേപോലെ തന്നെ ഒരു കടാവിളക്ക് കഴിക്കുക. അതേപോലെ തന്നെ അലങ്കാരത്തിനായിക്കൊണ്ട് കൂവളമാല സമർപ്പിച്ച് ഈ വഴിപാട് കഴിക്കുമ്പോൾ ഒരു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി കഴിച്ചാൽ പൂർണ്ണമായി.
അങ്ങനെ ശിവക്ഷേത്ര വഴിപാട് കഴിക്കുന്നതോടൊപ്പം തന്നെ ഈ ശ്രീരാമസ്വാമിക്കും ഒരു വഴിപാട് കഴിക്കും. അത് മാസാരംഭത്തിൽ വരുന്ന ചില നല്ല വഴിപാട് തന്നെയാണ്. ശ്രീരാമസ്വാമിക്ക് കഴിയുമ്പോൾ ഒരു വഴിപാട് കഴിക്കുക. തീർച്ചയായിട്ടും ഈ ശനി മാറിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് കർക്കിടക രാശിയാണ്. കർക്കിടക രാശിയിലെ പുണർദത്തിന്റെ കാൽഭാഗം, പൂജ്യം, ആയില്യം, ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് ഒരു ചില ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം തടസ്സത്തിലും തർക്കത്തിലും ദുരിതത്തിലും വരും. ഇതിന്റെ പ്രധാന കാരണങ്ങളായി വരുന്നത് ഇവർക്ക് ജന്മവ്യാഴം തന്നെയാണ്. ജന്മവ്യാഴം എന്ന് പറയുന്നത് പല ജ്യോത്സ്യന്മാരും പലതരത്തിലാണ് പറയുക. പക്ഷെ എൻ്റെ വീക്ഷണത്തിൽ ഞാൻ പറയുമ്പോൾ ഈ വ്യാഴം ഇവർക്ക് പല കാര്യങ്ങളിലും മനോവേദനകളും തർക്കങ്ങളും തടസ്സങ്ങളും വരാവുന്ന സ്ഥിതിയിലുണ്ട് എന്നാണ് കാണേണ്ടത്. എന്നാൽ മറ്റുള്ള ഗ്രഹങ്ങളെ കൊണ്ട് ഇവർക്ക് ഒരു പരിധിവരെ സമാധാനമാണ്. അപ്പോൾ അക്ഷരങ്ങൾ കൊണ്ട് കൈകാര്യം ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, ഇവർക്കാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ട് ചില സങ്കടങ്ങൾ വരിക. അങ്ങനെ വരുമ്പോൾ മാനസിക പ്രയാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ വരാം. മറ്റുള്ള ജോലിക്കാരെ അപേക്ഷിച്ചിട്ട് ഇങ്ങനെയാണ് ദുരിതങ്ങൾ വരിക. അപ്പോൾ ഈ കർക്കിടക രാശിക്കാർക്ക് ഈ മാസത്തിലെ ഏറ്റവും നല്ല വഴിപാട് എന്നുള്ളത് ആദ്യഘട്ടം അത് ശ്രീരാമസ്വാമിക്ക് തന്നെയാണ്. അതോടുകൂടെ തന്നെ നാഗങ്ങൾക്കൊരു വഴിപാട് കഴിക്കുക. അത് കർക്കിടക മാസത്തിൽ വരുന്ന ആയില്യ നക്ഷത്രത്തിനും അതുപോലെ തന്നെ മറ്റ് 2 നക്ഷത്രങ്ങൾക്കും ദോഷകാഠിന്യങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. അത് നാഗങ്ങൾക്കൊരു വഴിപാട് കഴിച്ച ശേഷം ഇവര് കാര്യസാധ്യ വിജയത്തിനായിക്കൊണ്ട് തന്നെ, നേരത്തെ പറഞ്ഞല്ലോ, അക്ഷരദേവി, അക്ഷരങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും ഇവർക്കൊക്കെ ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് സരസ്വതി ദേവിക്കാണ്. അപ്പൊ അടുത്തുള്ള സരസ്വതി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ സരസ്വതി ഭാവങ്ങളിൽ പൂജകൾ സമർപ്പിക്കുന്നതുണ്ട്. പല ക്ഷേത്രങ്ങളിലുണ്ട് അത്. ഇപ്പൊ നമുക്കിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ പരിയാനംപറ്റ, അതുപോലെയുള്ള ക്ഷേത്രങ്ങളുടെ അതിരാവിലെ ചെയ്യുന്ന പൂജാകർമ്മങ്ങൾ സരസ്വതിക്കാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് അനുഭവ ഗുണങ്ങളാവുന്ന സ്ഥിതിയിലാണ് വരിക, ശത്രുദോഷങ്ങളൊക്കെ തീർത്തുകൊണ്ട്. അപ്പൊ എന്ത് വഴിപാട് എന്നുള്ളത് മനസ്സിൽ തോന്നുന്ന ഒരു വഴിപാട്. എന്തായാലും ദേവിക്ക് ഒരു നിറദീപം തന്നെയാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു നെയ്വിളക്ക്, അതേപോലെ തന്നെ ഒരു നിവേദ്യം, അത് മലർ നിവേദ്യം ആയാലും ഉത്തമമാണ്. പിന്നീട് ഈ ശത്രു ദോഷത്തിനുള്ള ഒരു പുഷ്പാഞ്ജലി, ഇത് കഴിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഏറെ സമാധാനത്തോടെ ഈ തടസ്സങ്ങൾ മാറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് കർക്കിടക രാശിക്കാരെ കുറിച്ച് കാണേണ്ടത്. അതുപോലെ തന്നെ ചിങ്ങരാശി, ചിങ്ങരാശിയിലെ മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം വരുന്ന ചിങ്ങരാശിക്കാരെ കാത്തിരിക്കുന്നത് ഒരു നല്ല അവസ്ഥ തന്നെയാണ്. ഇവർക്ക് വ്യാഴം 12-ലാണ്, എന്നാൽ വ്യാഴം സ്വക്ഷേത്രത്തിലാണ്. വ്യാഴ ദൃഷ്ടി കൊണ്ട് ദോഷങ്ങളൊന്നും ഇല്ലതാണ്. അപ്പോൾ ശനിയും ബാധിക്കുന്ന ഒരവസരത്തല്ല. അതുകൊണ്ട് തന്നെ ഇവര് ഏറ്റവും നല്ലൊരു സമയം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്നത് പുതിയ വാഹനങ്ങളോ അല്ലെങ്കിൽ പുതിയ ഭവനങ്ങൾക്കോ തീരുമാനമെടുക്കുന്നതും പുതിയ ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സ്ഥിതിയിലാണ് നടന്നു പോകുന്നത്. അതുപോലെ തന്നെ കൂട്ടു ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന അവസരങ്ങളൊക്കെ വരും കാലം നമുക്ക് ചിങ്ങമാസം ചെയ്യാമെന്നുള്ള ധാരണ പത്രങ്ങൾ ഒപ്പുവെക്കുന്നതും അതുപോലെ തന്നെ കൂട്ടായിക്കൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ കർക്കിടക മാസം. അതിലെ ഈ പൂരം നക്ഷത്രം അതുപോലെ തന്നെ മകം നക്ഷത്രം ഇവർക്കൊക്കെ മനോപ്രയാസങ്ങളും ദുരിതങ്ങളും വരാണ്. അങ്ങനെ പറയുമ്പോൾ അറിയാതെ തന്നെ മനസ്സുകൊണ്ട് ചില ക്ലേശങ്ങൾ അനാവശ്യമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് ശിവക്ഷേത്രത്തിൽ ഇളനീർ ധാര കഴിക്കാം. അപ്പോൾ ഈ ദോഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാണ്. പിന്നീട് ഇവർ ചെയ്യേണ്ടത് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലാണ്. ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ഈ കർക്കിടക മാസത്തിലെ പ്രാർത്ഥന പുരസരം ചെയ്യുന്ന വഴിപാട് ഓരോന്നും വളരെ നല്ലതാണ്. അത് എന്ത് വഴിപാട് എന്ന് ഉദ്ദേശിക്കുന്ന വഴിപാട് കഴിക്കാം. അതേപോലെ തന്നെ ശത്രുദോഷങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശത്രു മുട്ടും ദേഹം മുട്ടും കർമ്മം മുട്ടും തീർക്കാം. അതേപോലെ തന്നെ സരസ്വതിക്ക് ഒരു വഴിപാട് കഴിക്കുന്ന പോലെ തന്നെ ഭദ്രകാളിക്ക് വഴിപാട് കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ അതായത് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് പറ്റുന്ന എല്ലാ അവസ്ഥകളും, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാഹനം, വീട് അല്ലെങ്കിൽ കർമ്മസ്ഥാനം ഉയർച്ച, ഇതിനൊക്കെ പറ്റുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ വഴിപാട് ഇവർക്ക് വളരെ നല്ല ഗുണം ചെയ്യും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് കന്നിരാശിയാണ്. കന്നിരാശിയിലെ 2 ഭാഗം നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരത്തിന്റെ 3/4 ഭാഗം, അത്തം, ചിത്രയുടെ അരഭാഗം ചേർന്ന് വരുന്ന ഈ 2 ഭാഗം വരുന്ന കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നത് വേണ്ടപ്പെട്ടവരിൽ നിന്ന് ചില അപരാധങ്ങളോ വാക്കുകളോ കേൾക്കേണ്ട അവസരങ്ങളും അതുപോലെ തന്നെ ഒരു ചില ദുഷ്കീർത്തികൾ കേൾക്കേണ്ട അവസരങ്ങളും, പിന്നെ ശനി കണ്ടകനായിട്ടാണല്ലോ, അപ്പോൾ
മീനത്തിലെ ശനി, കണ്ടക ശനിയും കർമ്മ സമാധാനം കുറയുന്ന അവസ്ഥയും ദേഹ സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഈ രണ്ടേക ഭാഗം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല പ്രധാന വഴിപാട് എന്നുള്ളത് സീത രാമൻ ചേർന്നിരിക്കുന്ന ക്ഷേത്രങ്ങളിലെ കുടുംബ പ്രശ്നങ്ങളില്ലാതെ അപമാനങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ കഴിയാനായിക്കൊണ്ട് സീതാദേവിക്കും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്കും ഇണമാല നെയ്വിളക്ക് നിവേദ്യം സമർപ്പിക്കുക, ഒരുമിച്ച് ചെയ്യാം. അത് തീർച്ചയായിട്ടും അത് ഒരു വൻ വിജയാവുന്ന ഒരു സ്ഥിതിയിൽ വരും. ദാമ്പത്യ ജീവിതം സമാധാനമാവാനും കുടുംബകലഹത്തിൽ മാറിക്കൊണ്ട് ഐശ്വര്യ അഭിവൃദ്ധിക്കും പറ്റുന്ന ഒരു വഴിപാടാണ്. ആ വഴിപാടിന് ശേഷം കണ്ടക ശനിക്കായിട്ട് ശനീശ്വരന് ഒരു വഴിപാട് കഴിക്കാം. അത് ശിവക്ഷേത്രത്തിൽ തന്നെ ധാരാളമാണ്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോടുകൂടെ തന്നെ കടാവിളക്കോടുകൂടെ തന്നെ സമാധാനത്തിനായിക്കൊണ്ട് നിവേദ്യം കൂവളമാല സമർപ്പിക്കുമ്പോൾ ഈ കർക്കിടകം ഇവരുടെ ദുരിതദോഷത്തുനിന്ന് ഒരു സമാധാനം കിട്ടുന്ന സ്ഥിതിയിലേക്ക് ഇവർക്ക് ചെന്നെത്താൻ കഴിയും. അടുത്തതായിട്ട് തുലാരാശിയാണ്. തുലാരാശിയിലെ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിന്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന തുലാരാശിക്കാരെ കാത്തിരിക്കുന്നത് ഇവര് ഈ ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ, പ്രത്യേകിച്ച് ഇവർക്ക് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് കൂടിയാണ് ഇപ്പോൾ. ഇവരെ കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക സമയം തന്നെയാണ്. ഇവർ ചെയ്യുന്ന എല്ലാ തൊഴിലും, കൂട്ടായി ചെയ്യുന്ന തൊഴിലുകളൊക്കെ വൻ വിജയമാക്കും. അത് വളരെ ഐശ്വര്യത്തിലെ അഭിവൃദ്ധിയിൽ പോകും. എന്നാൽ ഇവർക്ക് വാഹനയാത്രയൊക്കെ ചില സമാധാനം കുറയുന്നത് അപകടങ്ങളോ വരാവുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് യാത്ര വളരെ സുഖകരമായി ചെയ്യാവുന്നതിന് ശ്രദ്ധാപൂർവം പോകണം എന്നുള്ളതാണ് ഒരു പ്രത്യേകമായിട്ട് പറയാനുള്ളത്. എന്നാൽ മറ്റുള്ള എല്ലാ കാര്യത്തിലും ഉദ്ദേശ കാര്യങ്ങൾ പോലെ തന്നെ സമാധാനം കിട്ടി മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് അതിലും ഒരു തർക്കങ്ങളോ ശത്രുദോഷങ്ങളോ വന്നുകൊണ്ട് സമാധാനം കുറയാനുള്ള അല്ലെങ്കിൽ നിയമപരമായി കൊണ്ട് മുന്നോട്ട് പോയി ചില തർക്കങ്ങൾ വരാനുള്ള അവസരങ്ങളും ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത്, കർക്കിടക മാസമാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രീരാമ നാമ ജപത്തോടുകൂടെ തന്നെ ഇവര് ശ്രീരാമസ്വാമിക്ക് വഴിപാട് കഴിച്ച ശേഷം പിന്നീട് ചെയ്യേണ്ടത് ഈ കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് ശത്രുദോഷങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല വഴിപാട് ഹനുമാൻ സ്വാമിക്ക് തന്നെയാണ്. കുഴച്ചാവിൽ മുഖക്കാപ്പോട് കൂടെ കഴിച്ചുകൊണ്ടും നെയ്വിളക്ക് സമർപ്പിച്ചുകൊണ്ടും ഹനുമാൻ സ്വാമിയിലെ ക്ഷേത്രത്തിലെ ദർശനത്തോടു കൂടെ ദേഹപുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ ഇതൊന്നൊരു മാറ്റങ്ങൾ വരും. എന്നിരുന്നാലും വാഹനയാത്രകളും ഉറ്റ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ കുറച്ച് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇവർക്ക് ഈ കാര്യത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് വിജയം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ച് കരാർ ജോലിയിലൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ അത് വളരെ ഒരു നല്ല സമയമാണ്. എന്നാൽ അതിൽ തടസ്സങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ കരാർ ജോലിയൊക്കെ ഏറ്റെടുക്കുന്നത് അത് വിജയിച്ചുകൊണ്ട് വരാനും ഈ വഴിപാടോടുകൂടെ തന്നെ ഇവർക്ക് ഒരു പരിധിവരെ വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തായിട്ട് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ടം. ഇവരുടെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനുരാശിയാണ്. അപ്പോൾ അതിന്റെ അധിപൻ ഒരു തർക്കത്തിലും ദോഷത്തിലുമാണ്. അതുപോലെ തന്നെ ഉദ്ദേശ കാര്യങ്ങൾക്ക് ഒക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാൽ വ്യാഴം ഇവർക്ക് അനുകൂലമാണ്. ധനങ്ങൾ വന്നാൽ ആ ധനത്തിന്റെ പേരിൽ അപരാധങ്ങളോ ദുരിതങ്ങളോ വരും. എന്നാൽ ഈ ധനം കിട്ടുന്ന മാർഗങ്ങളിലെ ചില ശ്രമപരമാകുന്ന ചില തൊഴിലുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാവുന്ന സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കാത്തിരിക്കുന്ന ദുരിതദോഷങ്ങൾ ഇല്ലാതെ കണ്ട് വിജയിക്കാൻ വേണ്ടി ഇവരുടെ അധിപൻ എന്ന് പറയുന്ന ചൊവ്വയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും തട്ടകത്തിലെ ഭഗവതിക്ക് ഒരു ഭഗവത് സേവ വഴിപാട് കഴിക്കാം. അത് ഇവർക്ക് ഒരു പരിധി വരെ ഗുണം ചെയ്യും. പിന്നീട് ഒന്ന് ചെയ്യേണ്ടത് നാഗക്ഷേത്രത്തിലാണ് ഒരു നാഗപൂജ സമർപ്പിക്കുക. അപ്പോൾ വാക്ക്, പ്രവൃത്തി, കർമ്മം ഇതെല്ലാം മറികടന്നുകൊണ്ട് വിജയിക്കാൻ ഈ രണ്ട് വഴിപാട് വൃശ്ചിക രാശിയുടെ നക്ഷത്രക്കാരെ കുറിച്ച് വളരെ അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും ഇവര് ശത്രുക്കളുടെ വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് കേൾക്കാതിരിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ ഈ കർക്കിടക മാസം ഇവര് വിജയിക്കും എന്നുള്ളത് തന്നെയാണ് കാണേണ്ടത്. അടുത്തതായിട്ട് ധനുരാശി. ഈ ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം അങ്ങനെ രണ്ടേകാൽ ഭാഗമാണ്. ഈ രണ്ടേകാൽ ഭാഗം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇവർക്ക് വ്യാഴം ദൃഷ്ടിയിലാണ്, എട്ടിലാണ്. എട്ടില് എന്ന് പറയുമ്പോൾ അഷ്ടമത്തില് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അത് അനുകൂലമാണ്. അങ്ങനെ അനുകൂലമായി വരുമ്പോൾ ഇത് കണ്ടുകൊണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ജ്യോതിഷപരമായി പറയുമ്പോഴും അങ്ങനെ ശത്രുദോഷം ഉണ്ടാകും. അപ്പോൾ ഈ ശത്രുദോഷത്തിനെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്നത് ശ്രീരാമസ്വാമിക്കുള്ള വഴിപാടും ഹനുമാനുള്ള വഴിപാടും തന്നെയാണ്. അത് ഇവർക്ക് വളരെ പ്രധാന ഗുണങ്ങൾ ചെയ്യും. പിന്നീട് ഇവർ ചെയ്യേണ്ടത്, ഇവരെ സംബന്ധിച്ച് 4ലാണ് ശനി നിൽക്കുന്നത്. അത് ചില സങ്കടങ്ങളും കഷ്ടങ്ങളും അലച്ചിലുകളും വരുത്തും. അപ്പോൾ ഈ അലച്ചിലുകൾ ഇല്ലാതെ കണ്ട്
മുന്നോട്ട് പോകാൻ ശിവക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ മനസമാധാനത്തിനായിക്കൊണ്ട് ഇളനീർ ധാര കഴിക്കും. അത് വളരെ ഗുണം ചെയ്യും. അതേപോലെ തന്നെ ദേവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ കഴിക്കുമ്പോൾ ഈ മാർഗതടസ്സമൊക്കെ മറികടക്കാൻ കഴിയും. പിന്നീട് ഇവരെ കാത്തിരിക്കുന്നത്, അതായത് അഷ്ടമത്തിലെ വ്യാഴം ഒരു ചില അപൂർവ ഉയർച്ചകൾ എത്തിപ്പെടാൻ സാധിക്കാവുന്ന ഒരു സ്ഥിതിയിലുണ്ട്. ഇത് ജന്മനാളും കർക്കിടക മാസവും കൂടി ഒത്തുവരുന്ന ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളോ അല്ലെങ്കിൽ വിശേഷാൽ കർമ്മങ്ങളോ ചെയ്യാം. അത് പ്രത്യേകിച്ച് ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദേവതാ സങ്കല്പങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ആ ദേവതാ സങ്കല്പത്തിനനുസരിച്ച് കൊണ്ടാണ് ചെയ്യുന്നത്. അതായത് ഈ രാശിയിലുള്ളത് മൂലം, പൂരാടം, ഉത്രാടം, ഈ 3 പേർക്കും 3 ദേവതാ സങ്കല്പങ്ങളാണ്. ഒന്ന് ഹനുമാൻ സ്വാമിയാണ്, അതേപോലെ തന്നെ മറ്റൊന്ന് മഹാലക്ഷ്മിയാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ദുർഗാ ഭഗവതിയാണ്. അപ്പൊ ഈ 3 ഭഗവതിക്കും ഉദ്ദിഷ്ടകാര്യ വഴിപാടായി കഴിക്കും. അതായത് ഹനുമാൻ സ്വാമിക്ക് മൂലം, അതുപോലെ തന്നെ മഹാലക്ഷ്മി പൂരാടം, ഉത്രാടത്തിന് തീർച്ചയായിട്ടും മഹാലക്ഷ്മിക്കും വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ദുർഗയ്ക്കും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവര് ഇതിൽ വിജയിക്കും. അതായത് അത്ഭുതപൂർവമാവുന്ന ചെറിയ ചെറിയ ഒരുപാട് ജ്യോത്സ്യന്മാർ പറയുന്നുണ്ട് ലോട്ടറി ഭാഗമൊക്കെ കിട്ടുമോ, എന്നെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഒരു സമാധാനം കിട്ടുന്നുള്ളത് ഉറപ്പിച്ചു പറയും. വലുതൊന്നും അല്ലെങ്കിലും ചെറുത്. അപ്പൊ അത് അവരുടെ നക്ഷത്രവും കർക്കിടക മാസവും ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു വഴിപാടുണ്ടല്ലോ, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ട്, അത് ശ്രീരാമസ്വാമിക്ക് തന്നെയാണ്. അത് കഴിച്ച ശേഷമാണ് ഈ വഴിപാട് കഴിക്കേണ്ടത്. അപ്പോൾ ഈ കർക്കിടക മാസം ഇവരെ സംബന്ധിച്ചും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ഈ വഴിപാട് കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് കാണേണ്ടത്. അടുത്തായിട്ട് മകരം രാശിയാണ്, അല്ലെങ്കിൽ മകരക്കൂർ. അതിൽ ഉത്രാടത്തിന്റെ മുക്കാഭാഗം, തിരുവോണം, അവിട്ടം, ഇവര് കാത്തിരിക്കുന്നത് ഒരു നല്ല സമയം തന്നെയാണ്. വ്യാഴത്തിനെ മാത്രമല്ലല്ലോ ഒരു ഗ്രഹം ഉള്ളത്. വ്യാഴം എല്ലാം തേഞ്ഞതാണ്. എന്നാൽ അതേപോലെ തന്നെ ശനി, അത് 3-ലാണ്, മുടി ചൂടും. അത് ചില അത്ഭുതപൂർവമാകുന്ന അവസ്ഥ ഉണ്ട്. പിന്നെ 2-ലെ രാഹു, അത് വളരെ ദോഷമൊന്നുമില്ല, അനുകൂലമാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ നക്ഷത്രക്കാരെ കുറിച്ച് കാത്തിരിക്കുന്നത് ഇവർക്ക് തൊഴിൽ മേൽമ ഉണ്ടാവും, അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റം, അങ്ങനെയാണ് ഒന്ന് എടുത്തു പറയുന്നത്. പിന്നീട് ഇവർക്കുള്ളത് അപൂർവമായ സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ ചില ധനദ്രവ്യ നേട്ടങ്ങളൊക്കെ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ എത്തിപ്പെടാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ ഈ മകരൻ രാശിക്കും അവരുടെ അധിപനുണ്ടല്ലോ, അതും ശനി തന്നെയാണ്. ഇവര് 3-ലാണ് ശനി നിൽക്കുന്നത്. എന്നാലും ഇവിടെ പ്രാർത്ഥനാ വഴിപാടൊക്കെ കഴിക്കുമ്പോൾ അത് ശിവ വിഷ്ണു ക്ഷേത്രത്തിൽ കഴിക്കും. അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ട് അത്. അപ്പോൾ ഒരു വഴിപാട് ശിവനും ഒരു വഴിപാട് വിഷ്ണുവിനും കഴിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു വിജയം ഉണ്ടാവും. കഴിക്കേണ്ട വഴിപാട് ശിവനാണെങ്കിൽ ഒരു നിവേദ്യം കൂവളമാല, അതുപോലെ തന്നെ കൂവളമാല പുഷ്പാഞ്ജലി ഉണ്ട്, കൂവളമാലയോട് കൂടെ തന്നെ കൂവള പുഷ്പാഞ്ജലി ഉണ്ട്. അത് ഒരു ചില നേട്ടങ്ങൾ ഉണ്ടാക്കും, അത് വിജയം തരും. അതുപോലെ തന്നെ വിഷ്ണുവിന് പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് വഴിപാട് കഴിക്കാം. അപ്പോൾ മകരൻ രാശിക്കാർക്കുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റം ഇതൊക്കെ വളരെ വിശ്വസിക്കാവുന്നതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്കും ഈ വഴിപാട് വിദ്യാ നേട്ടത്തിനും കഴിയും. അതോടുകൂടെ തന്നെ സരസ്വതിക്കും ഒരു വഴിപാട് കഴിച്ചാൽ അത് ഏറ്റവും ലഭ്യമായ ചില കുറുക്ക് വഴികളാണ്, നിങ്ങൾ വിജയിക്കും എന്ന് തന്നെയാണ് കാണേണ്ടത്. പിന്നീട് കുംഭൻ രാശിയാണ്. കുംഭൻ രാശിയില് ഔട്ടത്തിന്റെ അരഭാഗം ചതയം, പൂരോരട്ടാതി, മുക്കാഭാഗം, ഇങ്ങനെ വരുന്ന കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് 2-ലെ ശനി എന്ന് പറഞ്ഞാൽ 7-ലെ ശനിയാണ്. അരച്ചില് ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാവും. അത് ദശാകാരങ്ങൾ കൂടി ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഒരു ചില സങ്കടങ്ങളും കഷ്ടങ്ങളും ഉണ്ട്. ദേഹദോഷങ്ങൾ വരാം, അല്ലെങ്കിൽ ഔഷധ സേവ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഔഷധ സേവ. അതുപോലെ തന്നെ നീർക്കെട്ട് വ്യാധികളൊക്കെ വരാവുന്ന ഒരു സമയം കൂടിയാണല്ലോ കർക്കിടകം. അതുകൊണ്ട് തന്നെ ഇവര് തീർത്തും സങ്കടദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് മൃത്യുഞ്ജയ ഹോമമാണ്. അത് മൃത്യുഞ്ജയ ഹോമം ചെയ്യുമ്പോൾ ഈ ദുരിതദോഷത്തിൽ നിന്നൊക്കെ ഒരു ഏകദേശം മാറ്റങ്ങൾ വന്നുകൊണ്ട് സമാധാനം കിട്ടും. അതേപോലെ തന്നെ പിന്നീട് ഈ ദേഹദോഷത്തിന് മറ്റൊരു വഴിപാട് കൂടിയുണ്ട്. മൃത്യുഞ്ജയ ഹോമം പോലെ തന്നെ ഒരു പൂമോടൽ വഴിപാട് ഭഗവതിക്കും കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ചെലവ് കൂടിയ വഴിപാടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് സാധിക്കില്ലെങ്കിൽ കഴിയും വഴിപാട് തീർച്ചയായിട്ടും കഴിക്കും. അത് ഭഗവതിക്ക് ശ്രേഷ്ഠമാവുന്ന വഴിപാടും അതുപോലെ തന്നെ ഈ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയെങ്കിലും ഒന്ന് കഴിച്ച് ശിവക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ഇതിനൊരു മാറ്റം വരും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് കിട്ടും. ഈ മൃത്യുഞ്ജയ ഹോമം ഒരു ചെലവ് കൂടിയ വഴിപാടാണ്, അതിന് കഴിയില്ല തോന്നുകയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുക. ഇത് ഇവർക്ക് ഈ സമയത്ത് വരുന്ന ദോഷത്തിന് നീർക്കെട്ട് വ്യാധികൾ, അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ ഒക്കെ, അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഔഷധ സേവ, ചില സങ്കടങ്ങളുണ്ട്. അത് ചരരാശി ആയതുകൊണ്ട് തന്നെ ആർക്കും അത് ഏൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഈ വഴിപാട് നിങ്ങൾക്ക് ഏറെക്കുറെ പ്രയോജനം കിട്ടുന്ന ഒരവസരത്തിലാണ് കടന്നു പോകുന്നത്. പിന്നീട് മീനൻ രാശിയാണ്. മീനൻ രാശിയിലെ പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി. അപ്പോൾ പൂരോട്ടാതിയിൽ കാൽഭാഗ്യമുള്ളൂ, ഉത്രട്ടാതി, രേവതി 2 ഭാഗത്തോടു കൂടെ വരുന്ന മീനൻ രാശിക്കാരെ കാത്തിരിക്കുന്നതും ജന്മശനിയോടുകൂടെ ചില ദുരിതങ്ങളാണ്. ഇവർക്ക് വ്യാഴം അല്ലെങ്കിൽ ശനി, അതുപോലെ തന്നെ ശുക്രൻ, ഈ ഗ്രഹങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കർക്കിടക മാസം നിങ്ങൾക്ക് ചില സങ്കടങ്ങൾ ഉണ്ടായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യാന്ന്? തീർച്ചയായിട്ടും ഇവർക്ക് ശുക്രകാരകത്വത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിക്ക് തന്നെയാണ്. അത് ശ്രീരാമസ്വാമി ലക്ഷ്മണൻ സമേതം ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ശ്രീരാമസ്വാമിക്കും അതുപോലെ തന്നെ ലക്ഷ്മണൻ, സീതയ്ക്ക് തുടങ്ങി എല്ലാവർക്കും കഴിയും വഴിപാട് അല്ലെങ്കിൽ ഒരു നെയ്വിളക്കെങ്കിലും സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു മാറ്റം വരും. പിന്നീട് ഇവർ ചെയ്യേണ്ടത് എല്ലാ ദുരിതങ്ങളും ദോഷങ്ങളും ഇവരെ വേട്ടയാടിക്കൊണ്ട് മനസമാധാനം കുറയുന്ന അവസ്ഥ. അപ്പോൾ ഭവനത്തിൽ സമാധാനം ഇല്ലാതെ വരിക, കൂട്ടു സുഹൃത്തുക്കളിൽ സമാധാനം ഇല്ലാതെ വരിക, കർമ്മ തടസ്സങ്ങൾ വരിക, അങ്ങനെയൊക്കെ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കാം. ഇതിന് ഏറ്റവും നല്ല വഴിപാട് എന്നുള്ളത് ജ്യോതിഷ വിധിപ്രകാരം പറയുകയാണെങ്കിൽ നവഗ്രഹ പൂജയാണ്. അപ്പോൾ ശ്രീരാമസ്വാമിക്ക് ഈ വഴിപാടോട് കൂടെ തന്നെ ഒരു നവഗ്രഹ പൂജ കൂടി കഴിച്ചാൽ ഇവരെ കാത്തിരിക്കുന്ന ഈ വൻ ദോഷങ്ങളെ മറികടക്കാൻ കഴിയും. ഓപ്പറേഷൻ പോലുള്ള ചെറിയ വലിയ ദോഷങ്ങളെ മറികടക്കാൻ കഴിയും എന്നതിനെയാണ് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ കർക്കിടക മാസം നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജ്യോതിഷൻ കണ്ടങ്കാവിൽ മോഹൻദാസ്. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.